മന്നാ പ്രതിദിന മന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. ഏവർക്കും പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിന്റെ നിഴലായ ഇസഹാക്ക്. ബൈബിൾ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 2-ാം വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന് അരുളിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 10-ാം വാക്യം. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ നോക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്ത ഇസഹാക്ക് ക്രിസ്തുവിന്റെ നിഴൽ എന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ദൈവവചനത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗമായി അർപ്പിക്കുക. ഇത് ഒരു പിതാവിന്റെ ഹൃദയം തകർക്കുന്ന പരീക്ഷണമായിരുന്നു. പക്ഷേ ഈ സംഭവം ഒരു കുടുംബകഥ മാത്രമല്ല, ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പ്രവചനവുമാണ്. കാരണം ഇസഹാക്ക് ഒരു നിഴൽ അഥവാ ഷാഡോ ആണ്. യേശു ക്രിസ്തുവാണ് യാഥാർത്ഥ്യം. ഇസഹാക്ക് അബ്രഹാമിന്റെ ഏകപുത്രനായിരുന്നു. ഇത് ക്രിസ്തു ദൈവത്തിന്റെ ഏകപുത്രൻ എന്ന നിലയിൽ നിഴലാകുന്നു. ഇസഹാക്ക് അബ്രഹാമിന്റെ പ്രിയപുത്രനായിരുന്നു. ക്രിസ്തുവും പിതാവായ ദൈവം പ്രസാദിച്ച പ്രിയപുത്രനായിരുന്നു. മാത്രമല്ല, ഉൽപ്പത്തി 22-ൽ പൂർണ്ണ വളർച്ചയെത്തിയ ഇസഹാക്ക് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നുവെന്ന് നാം കാണുന്നു. ഈ അധ്യായത്തിലെ രേഖ അനുസരിച്ച് ഇസഹാക്കിനെ അർപ്പിക്കുന്ന കാര്യം അബ്രഹാം തന്റെ ഭാര്യ സാറായുമായോ മകൻ ഇസഹാക്കുമായോ കൂടിയാലോചിച്ചില്ല. അബ്രഹാം തന്റെ മകനെ കൂട്ടി വിറക് അവന്റെ മേൽ വെച്ച് മലമുകളിലേക്ക് കൊണ്ടുപോയി. അവനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. ഒന്നും പറയുവാനുള്ള അവസരം അവൻ ഇസഹാക്കിന് കൊടുത്തില്ല. എന്നാൽ ഇസഹാക്ക് തന്റെ പിതാവിന്റെ ഇഷ്ടം സ്വീകരിക്കുകയും മരണം വരെ അനുസരിക്കുകയും ചെയ്തു. ഇതുപോലെ കർത്താവായ യേശു മരിക്കുന്നതിന് മുമ്പ് അവൻ ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, എന്നാൽ അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് യാഗപീഠത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഇസഹാക്ക് യാഗത്തിനായി ദൈവം കാണിച്ച മലയിലേക്ക് അഥവാ മോറിയ മലയിലേക്ക് പിതാവിനെ അനുഗമിച്ചത് മാത്രമല്ല, വിറക് എടുക്കുന്നതിലും കെട്ടപ്പെടുന്നതിലും അവൻ അനുസരിച്ചു. അവൻ എതിർത്തില്ല. പിതാവ് അവനെ യാഗപീഠത്തിൽ കിടത്തി. കത്തിയെടുത്ത് അവനെ കൊല്ലുവാൻ കൈനീട്ടിയപ്പോഴും അവൻ മത്സരിച്ചില്ല. അവൻ മരണത്തോളം അനുസരണമുള്ള ഒരു വ്യക്തി ആയിരുന്നു. പഴയ നിയമത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു നിഴൽ എന്ന നിലയിൽ ഇസഹാക്കിന്റെ ഈ വശങ്ങളെല്ലാം നാം പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വെളിപ്പാടിന്റെ വ്യക്തമായ വചനവുമായി ഇവയെല്ലാം പൊരുത്തപ്പെടുന്ന രീതിയിൽ നമുക്കിത് കാണാൻ സാധിക്കും. കാരണം ദൈവിക പരമാധികാരത്തിലാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവയിൽ ചിലത് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. ഒന്നാമതായി, പ്രിയപുത്രൻ, പിതാവിന്റെ സ്നേഹം. നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളിച്ചു. ഇസഹാക്ക് വാഗ്ദത്തത്തിന്റെ സന്തതി അഥവാ മകൻ ആയിരുന്നു. ഏറെ കാത്തിരിപ്പിന് ശേഷം, അതായത് അബ്രഹാമിന് 100 വയസ്സും തന്റെ ഭാര്യ സാറായിക്ക് 90 വയസ്സുമുള്ളപ്പോൾ ലഭിച്ച മകനാണ്. അതുപോലെ യേശു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 3:17 ഇവൻ എന്റെ പ്രിയപുത്രൻ. അബ്രഹാം തന്റെ പ്രിയപുത്രനെ യാഗമാക്കാൻ തയ്യാറായെങ്കിലും യാഗാർപ്പണത്തിന്റെ മുൻപ് ഇസഹാക്കിന് പകരം കോലാടിനെ അർപ്പിച്ച് മകനെ വിടുവിക്കുവാൻ തയ്യാറായി. എന്നാൽ ദൈവം തന്റെ പ്രിയപുത്രനായ യേശുവിനെ യഥാർത്ഥത്തിൽ ക്രൂശിൽ യാഗമാക്കുകയാണ് ചെയ്തത്. യോഹന്നാന്റെ സുവിശേഷം 3:16 കാണുന്ന ദൈവത്തിന്റെ സ്നേഹം കേവലം വാക്കുകളിൽ അല്ലായിരുന്നു, തന്റെ പുത്രന്റെ ബലിയിലൂടെയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായി, സമ്പൂർണ്ണ അനുസരണം. ഇസഹാക്ക് എതിർപ്പില്ലാതെ പിതാവിനോടൊപ്പം പോയി. അവൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും, അബ്രഹാം വൃദ്ധനായിരുന്നുവെങ്കിലും ഇസഹാക്ക് രക്ഷപ്പെടാനായി ശ്രമിച്ചില്ല. പക്ഷേ അവൻ അനുസരിച്ചു. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ഒരു പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഫിലിപ്പി ലേഖനം 2:8 കാണുന്നത് പോലെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി. ക്രൂശ് ഒരു അപകടം അല്ലായിരുന്നു. കർത്താവിന്റെ ക്രൂശ് മരണം യാദൃച്ഛികമല്ലായിരുന്നു. ക്രൂശ് ഒരു ദൈവിക തീരുമാനമായിരുന്നു. മാനവരെ രക്ഷിക്കാൻ ഇതിൽ കുറഞ്ഞ ഒന്നും ഇതിൽ കൂടിയതൊന്നും ഇല്ലായിരുന്നു, ആവശ്യമില്ല. യഥാർത്ഥ പുത്രത്വം അനുസരണത്തിലാണ് തെളിയുന്നത്. തന്നെ യാഗമാക്കാനുള്ള വിറക് വഹിച്ച മകൻ. 22:22 ഇസഹാക്ക് യാഗത്തിനുള്ള വിറക് തന്റെ ചുമലിൽ വഹിക്കുകയാണ്. അത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കർത്താവ് ക്രൂശ് താൻ തന്നെ ചുമന്നുകൊണ്ട് ഗൊൽഗൊഥായിലേക്ക് പോകുന്നതിന്റെ ചിത്രത്തെ കാണിച്ചു തരികയാണ്. ഇതൊരു ചെറിയ ചിത്രമായിരുന്നുവെങ്കിലും യോഹന്നാൻ 19:7 യേശു സ്വന്തം ക്രൂശ് വഹിച്ച് പുറപ്പെട്ടു എന്ന് വായിക്കുകയാണ്. വിറക് ക്രൂശിന്റെ നിഴലാണ്. ഇസഹാക്ക് വിറക് വഹിച്ചത് തന്റെ ബലിക്കായിട്ടായിരുന്നു. യേശു ക്രൂശ് വഹിച്ചത് തന്റെ ബലിയർപ്പണത്തിനായിരുന്നു. അത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരുന്നു. നാലാമതായി മോറിയാമല ദൈവം ഒരുക്കിയ സ്ഥലമാണ്. ഈ സംഭവം നടന്നത് മോറിയ ദേശത്ത് വെച്ചായിരുന്നു. ചരിത്രത്തിൽ പിന്നീട് ഈ പ്രദേശം യെരുശലേം പ്രദേശമായി മാറി. അതേ പ്രദേശത്ത് യേശു ക്രൂശിക്കപ്പെടുകയാണ്. ദൈവം സ്ഥലം മുൻകൂട്ടി ഒരുക്കിയിരുന്നു. അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. ദൈവം എന്താണ് അവിടെ ഇസഹാക്കിനായി ഒരുക്കിയത്? ഒരാട്ടുകൊറ്റ്. എന്നാൽ കാലത്തിന്റെ തികവിൽ ദൈവം ഒരുക്കിയത് തന്റെ പുത്രനെ തന്നെയായിരുന്നു. റോമാലേഖനം 8:32 നാം വായിക്കുന്നത്, തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. അഞ്ചാമതായി പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിൽ വെച്ചപ്പോൾ ദൈവം ഇടപെടുകയാണ്. ഒരു ആട്ടുകൊറ്റൻ ഇസഹാക്കിന് പകരമായി യാഗമാവുകയാണ്. ഇത് ഏറ്റവും ശക്തമായ ഒരു ചിത്രമാണ്. നമ്മളാണ് മരിക്കേണ്ടവർ, കാരണം നമ്മളാണ് പാപികൾ. പക്ഷേ യേശു നമ്മുടെ പകരക്കാരനായി തീർന്നു. 2 കൊരിന്ത്യർ 5:21 നാം വായിക്കുന്നത്, പാപം അറിയാത്തവനെ ദൈവം അവനിൽ പാപമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസഹാക്ക് ജീവിച്ചു, കാരണം മറ്റൊരാട് ഇസഹാക്കിന് വേണ്ടി കൊല്ലപ്പെടുകയാണ്. നാം ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നു, കാരണം ക്രിസ്തു നമുക്ക് പകരം മരിച്ചു, ക്രൂശിതനായി. ഇതിന്റെ ആത്മീയ പ്രയോജനങ്ങൾ നാം പരിശോധിച്ചാൽ, ഒന്നാമതായി ദൈവം തന്റെ മികച്ചത് നൽകി. നാം എന്താണ് നൽകാൻ ഇടയാകുന്നത് ദൈവത്തിന് വേണ്ടി? രണ്ടാമതായി ദൈവത്തിന്റെ ഒരുക്കം നമ്മുടെ ബുദ്ധിക്ക് അതീതമായതാണ്. മൂന്നാമതായി അനുസരണം അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. നാം അനുസരിക്കുന്നവരാണ്. നാലാമതായി ക്രിസ്തുവിന്റെ ത്യാഗം പഴയ നിയമത്തിൽ തന്നെ മുൻകൂട്ടി വെളിപ്പെട്ടിരുന്നു. സമാപനമായി പറയട്ടെ, ഇസഹാക്ക് ഒരു നിഴൽ മാത്രം. യേശുവാണ് യഥാർത്ഥ ബലി. അബ്രഹാം മകനെ നഷ്ടപ്പെടുത്താതെ തിരിച്ചു കിട്ടി. പക്ഷേ ദൈവം തന്റെ മകനെ ക്രൂശിൽ നമുക്കായി കൊടുത്തു, നമ്മെ രക്ഷിക്കാൻ. ഇന്നത്തെ നമ്മുടെ ചോദ്യം, പകരക്കാരനായ ക്രിസ്തുവിനെ നാം ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? കർത്താവിനായി നമ്മെ സമർപ്പിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ ബലിമരണത്തിലൂടെ ഏവർക്കും ലഭിക്കുന്ന നിത്യമായ രക്ഷ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ? അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഇസഹാക്ക് എന്ന നിഴലിലൂടെ കർത്താവായ യേശുക്രിസ്തു എന്ന പൊരുളിനെ പരിചയപ്പെടുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഒരുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ ഹെവൻലി വിഷൻ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നമുക്ക് ലഭിക്കാൻ അത് കാരണമാണ്. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.